നമുക്കൊപ്പം ടെലിഫോൺ ലൈനിൽ ചേരുകയാണ്. ഇന്നലെ ബോബി ചെമ്മണ്ണൂരിനെ അനുകൂലിച്ച് സംസാരിച്ച രാഹുലിനെതിരെ ഹണി റോസ് ഇന്ന് പോസ്റ്റ് ഇടുന്ന സാഹചര്യമൊക്കെ ഉണ്ടായി. രാഹുൽ, താങ്കൾ ബോബി ചെമ്മണ്ണൂരിനെ അനുകൂലിച്ചു. കോടതി പറയുന്നു ജയിലിലേക്ക് പൊയ്ക്കോളാൻ. ഞാൻ മനസ്സിലാക്കുന്നത് നിങ്ങളുടെ റിപ്പോർട്ടറോട് ക്രോസ് ചെക്ക് ചെയ്യാം. കേസിന്റെ മെറിറ്റിലേക്ക് കോടതി കടന്നിട്ടില്ല എന്നാണ്. മെറിറ്റിലേക്ക് കടന്നിട്ടില്ല, ജാമ്യാപേക്ഷയല്ലേ? അല്ല, കേസിന്റെ മെറിറ്റിലും ഈ ജാമ്യത്തിന്റെ കാര്യം മാത്രമാണ് അവർ നോക്കിയത്. അതുകൊണ്ട് കോടതിയുടെ മനസ്സെന്താണ് എന്ന് നമുക്ക് ഇതുവരെ മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടില്ല. കോടതി ഏത് സമീപനമാണ് സ്വീകരിക്കുക, കോടതിയുടെ ഭാഗത്തുനിന്ന് പരാമർശം വന്നിട്ടുണ്ടോ എന്ന കാര്യവും സംശയകരമാണ്. അതോടൊപ്പം ശ്രദ്ധിക്കേണ്ടത്, ബോബി ചെമ്മണ്ണൂരിനെ ആരും ന്യായീകരിച്ചില്ല. പക്ഷേ ബോബി ചെമ്മണ്ണൂർ പറഞ്ഞ കാര്യം ശരിയല്ലെന്ന് പറയുകയും അതോടൊപ്പം ഹണി റോസിന്റെ വസ്ത്രധാരണത്തിനൊരു വിമർശനം, ഒരു സോഷ്യൽ ഓഡിറ്റ് നടത്തുക മാത്രമാണ് ഞാൻ ചെയ്തത്. ഹണി റോസിന്റെ വസ്ത്രധാരണവും ബോബി ചെമ്മണ്ണൂരിന്റെ സംസാരവും രണ്ടിനും മാന്യത വേണം. ബോബി ചെമ്മണ്ണൂരിന്റെ വാക്കുകൾക്കും ഹണി റോസിന്റെ വസ്ത്രങ്ങൾക്കും മാന്യത വേണമെന്ന് പറയുന്നത് ഇത്ര വലിയൊരു തെറ്റാണോ? ഹണി റോസ് എന്നെ വിമർശിക്കുന്നു, ഞാൻ അവരെ ബഹുമാനിക്കുന്നു, എനിക്ക് വിരോധമൊന്നുമില്ല. പക്ഷേ ഹണി റോസും ഇത്തരം കാര്യങ്ങളിൽ മാന്യത പുലർത്തണമെന്ന് പറയുന്നതും ഹണി റോസിന്റെ വസ്ത്രധാരണം ഓവറാണെന്ന് തോന്നാത്ത ഒരു മലയാളിയെങ്കിലും ഉണ്ടോ എന്നാണ്. എങ്ങനെയാണ് രാഹുൽ തീരുമാനിക്കുന്നത്? വസ്ത്രധാരണത്തിന്റെ മാന്യത ഏത് ലെവല് വരെ എങ്ങനെയെന്നുള്ളത് തീരുമാനിക്കാൻ രാഹുലിന് അവകാശമില്ലല്ലോ. നമ്മുടെ നിയമ സംവിധാനങ്ങൾ അനുശാസിക്കുന്ന രീതിയിൽ മാത്രമേ വസ്ത്രധാരണം നടത്തുന്നുള്ളൂ എന്നത് നേരത്തെ തന്നെ ഹണി റോസ് സൂചിപ്പിച്ചതുമാണ്. ഇവിടെ ഇപ്പോൾ നോക്കൂ, താങ്കൾ ഈ വിഷയത്തെ എങ്ങനെയാണ് സമീപിക്കുന്നത്, കോടതി ഈ വിഷയത്തെ എങ്ങനെയാണ് സമീപിക്കുന്നത് നമുക്ക് മനസ്സിലാകുമല്ലോ. ജാമ്യം നിഷേധിച്ചിരിക്കുകയാണ് കോടതി. വലിയ മുതിർന്ന അഭിഭാഷകനെ കൊണ്ടുവന്ന് വാദിച്ചിട്ടും ജാമ്യം കിട്ടിയിട്ടില്ല. അല്ല, രാമൻപിള്ള സാറാണ് അപ്പിയർ ചെയ്തത്. രാമൻപിള്ള സാർ ഇതിന്റെ കാലതാമസം അടക്കമുള്ള സാങ്കേതികവും നിയമപരമായ കാര്യങ്ങൾ കടന്നു. ഇനി ഒരുപക്ഷെ ജാമ്യത്തിന് വേണ്ടി വരുമ്പോൾ പോലും കോടതി അതിന്റെ മെറിറ്റ് ഒന്ന് നോക്കൂ. ഇപ്പോഴത്തെ ഒരു രീതി വെച്ച് കോടതികൾ പലപ്പോഴും ജാമ്യം വരുമ്പോഴും ഓവറോൾ കേസിന്റെ ഒരു മെറിറ്റ് നോക്കുന്നൊരു ശീലം പലപ്പോഴും ഉണ്ട്. നമ്മൾ ശ്രീ ദിലീപിന്റെ കേസിലും ശ്രീ സിദ്ദിഖിന്റെ കേസിലും ഒക്കെ കാണുന്നതാണ്. അപ്പം കോടതിയുടെ മനസ്സ് നമുക്ക് അറിയാൻ വെയിറ്റ് ചെയ്യണം. പക്ഷേ ഹണി റോസിന്റെ വസ്ത്രധാരണത്തിനും ചില പ്രശ്നങ്ങളുണ്ട് എന്ന് കേരള സമൂഹത്തിൽ വ്യാപകമായ ഒരു അഭിപ്രായമുണ്ടെന്ന് ആരും മറന്നു പോകരുതെന്ന് മാത്രമാണ്. സമൂഹ മാധ്യമത്തിലൂടെ അധിക്ഷേപം നടത്തിയതിനുള്ള ആദ്യ പണിയാണ് ബോബി ചെമ്മണ്ണൂരിന് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ താങ്കൾ ഉൾപ്പെടെയുള്ള വ്യക്തികൾ മറ്റുള്ളവർക്ക് ഡ്രസ്സിങ്ങിന്റെ കാര്യത്തിൽ ഓഡിറ്റിംഗിന് ഇറങ്ങുമ്പോൾ അതിനെക്കുറിച്ച് പരാമർശിക്കുമ്പോൾ മറ്റു മോശം പരാമർശങ്ങൾ പല ചാനൽ ചർച്ചകളിലും ഉൾപ്പെടെ സ്ത്രീകൾക്കെതിരെ ആയാലും താങ്കളും നടത്തിയിട്ടുള്ളത് താങ്കൾക്ക് തന്നെ ഓർമ്മയുണ്ടായിട്ടുണ്ടാകുമല്ലോ. ക്ഷമ പറയേണ്ടി വരുന്ന സാഹചര്യം. അപ്പോൾ കൃത്യമായ മെസ്സേജ് അല്ലേ, ഇതൊരു കൃത്യമായ മെസ്സേജ് അല്ലേ രാഹുൽ ഈശ്വർ? ഈ ഇന്നത്തെ കോടതി നടപടി, ബോബി ചെമ്മണ്ണൂരിനുണ്ടായിരിക്കുന്ന ഈ അവസ്ഥ എന്ന് പറയുന്നത് കൃത്യമായ മെസ്സേജ് അല്ലേ? ഒരു സ്ത്രീക്കെതിരെയും ഒരു മോശം പരാമർശവും ഞാൻ എവിടെയും നടത്തിയിട്ടില്ല. അങ്ങനെ കാണിച്ചു തരാൻ പറ്റുമെന്ന് ഞാൻ എന്റെ തന്നെ ചർച്ചയിൽ പറഞ്ഞിട്ടുണ്ട്. ആക്രമിക്കപ്പെട്ട നടിയുമായി ബന്ധപ്പെട്ട് നടത്തിയ ചർച്ചയിൽ, എന്റെ ചർച്ചയിൽ പറഞ്ഞിട്ടുണ്ട്. നമ്മൾ സ്ത്രീകളെ പൂർണ്ണമായും ബഹുമാനിച്ചുകൊണ്ടേ നിലപാടെടുക്കാറുള്ളൂ. വാക്കിന് മിതത്വം വേണമെന്ന് പറയുന്നത് പോലെ നമ്മൾ വസ്ത്രധാരണത്തിനും മിതത്വം വേണമെന്ന് പറയുന്നു. അങ്ങനെ പറയുന്നത് ഒരു തെറ്റാണോ? ഏത് രീതിയിലും, അതായത് പുരുഷൻ മാത്രമാണ് എല്ലാ കാര്യത്തിലും തെറ്റെന്ന് കരുതാതെ പുരുഷനും സ്ത്രീക്കും രണ്ടുപേർക്കും മാന്യത വേണം, മര്യാദ വേണം, സഭ്യത വേണം. പുരുഷന്റെ വാക്കിലും നോക്കിലും മാന്യത വേണം, സ്ത്രീയുടെ വസ്ത്രധാരണത്തിൽ മര്യാദ വേണം എന്ന് പറയുന്നത് ഒരു വലിയ തെറ്റാണോ? അപ്പൊ ഇത്തരം കാര്യങ്ങളെ മനഃപൂർവ്വം വളച്ചൊടിച്ച് സ്ത്രീകൾ മാത്രം ഇരകളും പുരുഷൻ എന്നും വേട്ടക്കാരനും മാധ്യമങ്ങൾ ശതമാനം സാധാരണക്കാരും ഇതിനെതിരെ നിലപാടെടുക്കുന്നതിന്റെ കാര്യം എന്താ? പൊതുജനങ്ങളുടെ സെന്റിമെന്റ്സ് എന്താണെന്ന് കാണാൻ കഴിയും. കേസിലേക്ക് കടന്നതിന് ശേഷം മാത്രമേ നമുക്ക് ഇതിലൊരു നിലപാടെടുക്കാൻ കഴിയൂ. രാഹുലിന് എന്നെ കേൾക്കാമോ? കേൾക്കാം, പറയും. രാഹുൽ ഉൾപ്പെടെയുള്ള ഈ ഹണി റോസിന്റെ വസ്ത്രത്തിൽ ഓഡിറ്റിംഗിന് ഇറങ്ങുന്ന ആരെങ്കിലും ഏതെങ്കിലും പുരുഷന്മാരുടെ വസ്ത്രധാരണ രീതിയുടെ ഓഡിറ്റിംഗ് നടത്താറുണ്ടോ? ഇല്ലല്ലോ. പുരുഷന്മാരുടെ വസ്ത്രധാരണത്തിന്റെയും വാക്കുകൾക്കും ഓഡിറ്റ് നടത്താറില്ലേ? പലപ്പോഴും ആ ഓഡിറ്റ് നടത്തിയതിന്റെ ഭാഗമായിട്ടല്ലേ ഇപ്പോ ബോബി ചെമ്മണ്ണൂരിനെതിരെ കേസ് വന്നിരിക്കുന്നത്. ഇത്തരം കാര്യങ്ങളിൽ കണ്ണടച്ചിരുട്ടാകുന്ന രേണുകാജിയുടെ സമീപനത്തോടാണ് വസ്ത്രധാരണത്തിന്റെ കാര്യമാണല്ലോ താങ്കൾ സൂചിപ്പിച്ചത്. ഇവിടെ താങ്കൾ ഈ നടിക്കെതിരെ ഞാൻ ഒരു വരി താങ്കൾ ശ്രദ്ധിക്കണം. താങ്കൾ പറഞ്ഞ ചോദ്യം കേട്ടു, ഇടയ്ക്ക് ടെക്നിക്കൽ എന്തോ പ്രശ്നം ഉണ്ടായി. ഫറാ ഷിബില എന്നുള്ളൊരു അഭിനേത്രി, കലാകാരി, അവർ തന്നെ ഹണി റോസിനെതിരെ ശക്തമായൊരു നിലപാടെടുത്തുകൊണ്ട് പറയുകയാണ് കേരളത്തിന്റെ ലൈംഗിക ദാരിദ്ര്യത്തെയും ആൺനോട്ടങ്ങളെയും ഏറ്റവും വിപണന സാധ്യത ഉള്ള ഒരു കാര്യമാക്കി മാറ്റി. രാഹുൽ
ഇല്ല, ഒരിക്കലുമല്ല. അത്തരം വിമർശനങ്ങളും പൊതുമണ്ഡലത്തിലും പൊതുബോധത്തിലും ഉണ്ട് എന്ന കാര്യം നമ്മൾ മറക്കരുത്. ഇനി താങ്കളുടെ ചാനൽ ചർച്ചയിൽ പങ്കെടുത്തു എന്ന് പറഞ്ഞു. ഞാൻ ഒരിക്കലും പറഞ്ഞില്ല. ഞാൻ പറഞ്ഞത് സാമൂഹ്യ മാധ്യമങ്ങൾ അങ്ങനെ പലരും പറയുന്നുണ്ട്. പുരുഷനെ റേപ്പിസ്റ്റ് എന്ന് വിളിക്കുന്നത് തെറ്റാണ്, അതേപോലെ സ്ത്രീയെ മറ്റൊരു വാക്ക് വിളിക്കുന്നതും തെറ്റാണ്. അപ്പോ ഇത് രണ്ടും തെറ്റാണെന്നാണ് പറഞ്ഞത്. ഇതൊരു യുദ്ധമാണല്ലോ. ഈ അധിക്ഷേപ പരാമർശം നടത്തിയവർക്കെതിരായ ഒരു യുദ്ധമായിരുന്നു ഹണി റോസ് നടത്തിയത്. അതിൽ ആദ്യ പകുതിയിൽ അല്ലെങ്കിൽ ആദ്യ ജയം ഹണി റോസിന് എന്ന് താങ്കൾക്ക് തോന്നുന്നില്ലേ? ആദ്യ കാര്യം, ഇതൊരു യുദ്ധമല്ല, ഇതൊരു സാംസ്കാരിക സംവാദം മാത്രമാണ്. സമൂഹം മാറുമ്പോൾ, സമൂഹം ഇവോൾവ് ചെയ്യുമ്പോൾ സഭ്യതയുടെ അതിർവരമ്പുകൾ എവിടെ വരയ്ക്കണം എന്നുള്ളൊരു ഹെൽത്തി ഡിസ്കഷനും ഡിബേറ്റും മാത്രമാണ്. ഇതൊരു ആശയപരമായ യുദ്ധമോ പ്രത്യയശാസ്ത്രപരമായ യുദ്ധമോ കായികമായ യുദ്ധമോ ഒന്നുമല്ല. ഹണി റോസ് ഇതൊരു യുദ്ധപ്രഖ്യാപനം നടത്തുന്നു എന്നൊക്കെ പറഞ്ഞു. എന്തിനെതിരെയുള്ള യുദ്ധമാണെന്ന് എനിക്കറിയില്ല. ഈ അധിക്ഷേപ പരാമർശം നടത്തുന്ന സ്ത്രീകളെ അധിക്ഷേപിച്ച് സമൂഹ മാധ്യമങ്ങളിൽ ആളാവാൻ ശ്രമിക്കുന്നവർക്കെതിരായ യുദ്ധം. എല്ലാ സ്ത്രീകൾക്കും വേണ്ടി താൻ ഇത് നടത്തുന്നു എന്നതാണ് ഹണി റോസ് പറഞ്ഞത്. സമാനമായ പരാമർശങ്ങൾ മോൺസ്റ്റർ എന്ന സിനിമയിൽ ലാലേട്ടൻ ഹണി റോസിനോട് നേരിട്ട് പറയുകയും ട്രിവാൻഡ്രം ലോഡ്ജിൽ ജയസൂര്യ ഹണി റോസിനോട് നേരിട്ട് പറയുന്നുണ്ട്. ഇതിനെക്കാട്ടി എക്സ്പ്ലിസിറ്റ് ആണ്, ഇതിനേക്കാൾ സെക്ഷുവലി കളേർഡ് റിമാർക്സ് ആണ്. അപ്പൊ അത്തരം പല കാര്യങ്ങളും നമ്മുടെ സമൂഹത്തിലുണ്ട്. ഇതൊന്നും കണ്ണടച്ച് നമ്മൾ ഇരുട്ടാക്കിയിട്ട് കാര്യമില്ല. അപ്പൊ അവിടെയാണ് പുരുഷനെ എപ്പോഴും കരിവാരി തേക്കാവുന്ന ഒരു ആറ്റിറ്റ്യൂഡ് അല്ല. ബോച്ചെ പറഞ്ഞതിനെ ആരും ന്യായീകരിച്ചില്ല. ബോച്ചെ പറഞ്ഞത് പിൻവലിക്കണം, ഹണി റോസിനോട് ക്ഷമ പറയണമെന്നാണ് പറഞ്ഞത്. ആ ക്ഷമ സ്വീകരിക്കാനുള്ള ഒരു മനസ്സുകൂടി ഹണി റോസ് കാണിക്കണം. ഇനിയിപ്പം കോടതിയിൽ പോയതുകൊണ്ട് എങ്ങനെ അത് വരുമെന്ന് നമുക്കറിയില്ല.